വെൽക്കം ബാക്ക് ടു Onevestor. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എൻട്രി പ്ലാൻ ഇടുമ്പോഴത്തേക്ക് തന്നെ നിങ്ങളോട് എക്സ്പേർട്സ് അതിപ്പം മീഡിയയിലായാലും ശരി പ്രിൻറ്റിലായാലും ശരി എല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹൈ ക്വാളിറ്റി സ്റ്റോക്സിൽ വേണം ഇൻവെസ്റ്റ് ചെയ്യാനെന്നുള്ളതാണ്. ഹൈ ക്വാളിറ്റി സ്റ്റോക്സ് എന്ന് പൊതുവെ എല്ലാവരും ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നല്ല മാനേജ്മെൻ്റ് ഉള്ള, അധികം കടബാധ്യതയില്ലാത്ത, നല്ല ബിസിനസ് ഉള്ള അങ്ങനത്തെ കുറച്ച് കമ്പനീസാണ്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസാണ് ബ്രിട്ടാനിയയും ITCയും ഇൻഫോസിസും TCSും ഹിന്ദുസ്ഥാൻ ലീവറും ഇതെല്ലാം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് വെച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുമ്പം അതിപ്പം ഹൈ ക്വാളിറ്റി ആയാലും ശരി, ലോ ക്വാളിറ്റി ആയാലും ശരി, ജങ്ക് സ്റ്റോക്ക് ആയാലും ശരി, നിങ്ങളുടെ എൻട്രി പ്രൈസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചാണ്. അതിപ്പോൾ നിങ്ങൾക്ക് കേസ് സ്റ്റഡി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. സെൻസെക്സിൻ്റെ 2008 to 2019 റിട്ടേൺസ് എന്ന് പറയുന്നത് ഏകദേശം 6% ആണ്, അതായത് CAGR എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം 2009 to 2019 റിട്ടേൺസ് നോക്കുവാണെങ്കിൽ ഏകദേശം 14% ആണ്. അതെന്ന് പറയുന്നത് ഹ്യൂജ് ഡിഫറൻസുമാണ്. 14% എന്ന് പറയുന്നത് ഹ്യൂജ് റിട്ടേണുമാണ്. സോ ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ ഗ്യാപ്പിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സ്റ്റോക്കിൽ എൻട്രി ചെയ്യുന്ന ടൈം അഥവാ എൻട്രി ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതിപ്പോൾ നിങ്ങൾ 10 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താലും ശരി, 20 വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്താലും ശരി. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഹിന്ദുസ്ഥാൻ ലീവർ എന്ന് പറയുന്നത് 2000 to 2011 വരെയുള്ള റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 0 ആണ്. അതുപോലെ ഇൻഫോസിസ് എന്ന് പറയുന്നതും 2000 to 2009 വരെയുള്ള റിട്ടേൺസ് എന്ന് പറയുന്നത് 0 ആണ്. പക്ഷേ 2009 ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഇപ്പം നല്ല ഹ്യൂജ് റിട്ടേൺ ആണ് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഹിന്ദുസ്ഥാൻ ലീവറിലാണെങ്കിലും 2011 2012 ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് ഹ്യൂജ് റിട്ടേൺ ആണ് ഇപ്പോൾ കിട്ടുന്നത്. ഈ രണ്ട് കമ്പനീസും ഹൈ ക്വാളിറ്റി കമ്പനീസാണ്, ആ സെഗ്മെൻറ്റിലെ ലീഡേഴ്സുമാണ്. അതുപോലെ ഇവർക്ക് 0 ഡെപ്റ്റും ആണ്. എന്നിട്ടും ഇവർ 2000 to 2011 വരെയുള്ള ഇവരുടെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ 0 ആണ്. അതുപോലെ ഒരു ഗ്ലോബൽ എക്സാമ്പിളാണ് മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത്. മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ഒരു ഗ്ലോബൽ കമ്പനിയാണ്, സ്ട്രോങ് ബിസിനസ്സുമാണ്. പക്ഷേ അതിൻ്റെ റിട്ടേൺസ് ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. 2000 ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് 2016 എത്തുമ്പോഴത്തേക്കും 0 റിട്ടേൺ ആണ്. പക്ഷേ 2016 എത്തിയ ഒരാൾക്കാണെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓൾമോസ്റ്റ് ഡബിളോ ട്രിപ്പിളോ ആയി കാണുമായിരിക്കും. 2000 to 2016 വരെയുള്ള മൈക്രോസോഫ്റ്റിൻ്റെ സ്റ്റോക്കിൻ്റെ റിട്ടേൺ എന്ന് പറയുന്നത് 0 ആണെങ്കിലും പക്ഷേ നിങ്ങൾക്ക് അവരുടെ റിസൾട്ട് ചെക്ക് ചെയ്യുകയാണെങ്കിൽ കാണാൻ പറ്റും അവരുടെ റവന്യൂസും പ്രോഫിറ്റ്സും ട്രിപ്പിൾ ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷേ എന്നിട്ടും സ്റ്റോക്ക് 0 റിട്ടേൺ ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളൊരു സ്റ്റോക്ക് ആയാലും ശരി, മ്യൂച്വൽ ഫണ്ട് ആയാലും ശരി, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ലോങ് ടേമിലേക്ക്. മൈക്രോസോഫ്റ്റ് പോലെ തന്നെ വേറൊരു എക്സാമ്പിളാണ് വിപ്രോ എന്ന് പറയുന്നത്. വിപ്രോ എന്ന് പറയുന്നത് ഇപ്പോഴും അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് 2000 ഹൈനേക്കാളും താഴെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് 2000 ഇൻവെസ്റ്റ് ചെയ്ത ഒരാൾക്ക് 19 വർഷം കഴിഞ്ഞിട്ടും 0 റിട്ടേൺ ആണ് അതിൻ്റെ സ്റ്റോക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഡിവിഡൻസും ബോണസും ഒക്കെ കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇപ്പോഴും 0 ആണ്. ഹൈ ക്വാളിറ്റി സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടും ഒരു ഇൻവെസ്റ്ററിന് എന്തുകൊണ്ട് റിട്ടേൺസ് കിട്ടുന്നില്ല എന്നുള്ളത് എൻ്റെ അപ്കമിംഗ് വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആകും. പക്ഷേ പെട്ടെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ റിയൽ എസ്റ്റേറ്റ് ബേസ് ചെയ്ത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. സപ്പോസ് നിങ്ങളിപ്പോൾ ഒരു റബ്ബർ തോട്ടം വാങ്ങിക്കാൻ പ്ലാൻ ഇട്ടിട്ടുണ്ടെന്ന് വെച്ചോ. സോ നിങ്ങൾക്കറിയാം അതിൻ്റെ ഒരു ഫെയർ പ്രൈസ് എന്ന് പറയുന്നത് ഒരു ഏക്കറിന് 30 ലക്ഷം രൂപയാണെന്നുള്ളത്. അതുപോലെ നിങ്ങൾക്കറിയാം ഒരു ഏക്കർ റബ്ബർ തോട്ടത്തിൽ നിന്ന് ഏകദേശം 3 ലക്ഷം രൂപയാണ് ഒരു വർഷം നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്നത്. അതായത് റബ്ബറിൻ്റെ വില ഏകദേശം 150-200 രൂപയാണെങ്കിൽ, സോ നിങ്ങളിപ്പം ഒരേക്കർ റബ്ബർ തോട്ടം 30 ലക്ഷം രൂപയ്ക്ക് വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം അസ്യൂം ചെയ്യാൻ പറ്റും റബ്ബറിൻ്റെ വില സ്റ്റേബിൾ ആണെങ്കിൽ 10 വർഷം കൊണ്ട് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് കിട്ടുമെന്നുള്ളത്. അതായത് 3 ലക്ഷം രൂപ ഇൻറ്റു 10 വർഷം കൊണ്ട് 30 ലക്ഷം രൂപ നിങ്ങൾ മുടക്കിയ പൈസ തിരിച്ച് കിട്ടുമെന്ന്. സപ്പോസ് നിങ്ങളിപ്പം ഒരേക്കർ റബ്ബറിന് നിങ്ങൾ 30 ലക്ഷമല്ല 60 ലക്ഷമാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അപ്പോഴും റവന്യൂ എന്ന് പറയുന്നത് ആനുവലി കിട്ടുന്നത് 3 ലക്ഷം രൂപയെ കിട്ടിക്കൊണ്ടിരിക്കും. അപ്പോഴും നമുക്ക് അസ്യൂം ചെയ്യാം റബ്ബറിൻ്റെ വില സ്റ്റേബിൾ ആണെന്നുണ്ടെങ്കിൽ. പക്ഷേ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ 10 വർഷമല്ല എടുക്കുന്നത്, 20 വർഷമാണ് എടുക്കുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ള സ്റ്റോക്സിൻ്റെ എല്ലാ റിട്ടേൺസിൻ്റെ കാര്യം. ഹിന്ദുസ്ഥാൻ ലീവറും ഇൻഫോസിസും ഒക്കെ എന്ന് പറഞ്ഞാൽ 2000 ബുൾ റണ്ണിലെ ലീഡേഴ്സ് ആയിരുന്നു. സോ അന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ അതിന് ഫെയർ വാല്യൂവിനേക്കാളും ഒത്തിരി കയറിയാണ് നിരുന്നത്. അതായത് ഇപ്പം ഞാൻ റബ്ബറിൻ്റെ എക്സാമ്പിൾ പറയുന്നതിൽ 30 ലക്ഷത്തിൻ്റെ തോട്ടം നിങ്ങൾ 60 ലക്ഷത്തിന് വാങ്ങിക്കുകയാണ് എന്ത് ചെയ്യും? അതുപോലെ തന്നെയാണ് അന്ന് സംഭവിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അന്ന് ഇൻവെസ്റ്റ് ചെയ്ത ആൾക്കാർക്ക് 10 വർഷവും 20 വർഷവും ഒക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നത് അവരുടെ റിട്ടേൺസ് തിരിച്ച് കിട്ടാനായിട്ട്. ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അപ്കമിംഗ് വീഡിയോസ് കണ്ടാൽ മതി. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ, അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ.